ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിക്ക് വേണ്ടി മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൺഫർമേഷൻ്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തൃശ്ശൂർ വന്നിട്ടുണ്ട്. തൃശ്ശൂർ, വയനാട്, അങ്ങനെ ഏതൊക്കെ കുറച്ച് ജില്ലകളിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിക്ക് വേണ്ടി കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺഡേ മുതൽ 20-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ മെയ് മാസത്തിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഈ മോഡൽ ക്വസ്റ്റ്യനെ കൂടാതെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സസും കൂടി നമ്മൾ ആരംഭിക്കുകയാണ് മൺഡേ മുതൽ. അതിനിപ്പോൾ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തീർക്കാം, 100 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞത് 27 ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. നമുക്ക് 28 ക്വസ്റ്റ്യൻ നമ്പർ 28. രാജു സെ ഗഡരി ഉഡായി ജാ രഹി ഹെ കാ കർത്തൃവാച്ച് ഹോക. കർത്തൃവാചക് ഹോക. ഈ കർത്തൃവാചകവും കർമ്മവാചകവും എപ്പോഴും ചോദിക്കുന്നതാണ്. കർത്തൃവാചകം എന്ന് പറയുമ്പോൾ കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കർമ്മവാച്യം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്നത്. നമ്മൾ അതിന് പ്രത്യേകം നമുക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ നമുക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കാം. രാജു സെ ഗഡരി ഉഡായി ജാ രഹി ഹെ കാ കർത്തൃവാചക് ഹോക. അതിൻ്റെ കർത്തൃവാചകമായിട്ട് നമ്മളിങ്ങനെ എഴുതും, രാജു ഗഡരി ഉഡാ രഹാ ഹെ. നമുക്ക് സാധാരണ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. രാജു ഗഡരി ഉഡാ രഹാ ഹെ എന്ന് പറയുന്നതാണ് കറക്റ്റ് സെൻറ്റൻസ്. അതിനെ കർമ്മവാച്യത്തിലാണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഏതാണ്? രാജു സേ ഗഡരി ഉഡായി ജാ രഹി ഹെ. അങ്ങനെ ഈ ജാ രഹി ഹെ എന്നൊക്കെ പറയുമ്പം അങ്ങനെ എഴുതുന്നതാണ് കർമ്മവാച്യം. അപ്പോൾ ഇപ്പം ഇതിൽ ക്വസ്റ്റ്യൻ തിരിച്ചു തന്നേക്കുവാണ്, കർമ്മവാച്യത്തിൽ തന്നിട്ട് കർത്തൃവാചക ആകാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ 2 രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. രാജു സെ ഗഡരി ഉഡായി ജാ രഹി ഹെ കാ കർത്തൃവാചക് ഹോക. അതിൻ്റെ കർത്തൃവാചകമാണ് നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കറക്റ്റ് പറയുന്ന രീതി എങ്ങനെയാണ്? രാജു ഗഡരി ഉഡാ രഹാ ഹെ. അതിൻ്റെ കർമ്മവാച്ചാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. യഹ് ഘോഡ മേരാ ഹെ മേം മേരാ ശബ്ദ് ഹെ. യഹ് ഘോഡ മേരാ ഹെ. ഇതിൽ മേര എന്നുള്ള ശബ്ദം എന്താണ്? സാർവനാമിക് വിശേഷനാണ്. എന്താണ്? സാർവനാമിക് വിശേഷൻ. വിശേഷൻ പല ടൈപ്പ് ഉണ്ട്. സർവനാമങ്ങൾ നമ്മൾ വിശേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ വരുന്ന സർവനാമിക് വിശേഷൻ ആണ്. സർവനാമിക് വിശേഷൻ എന്ന് ചിലയിടത്ത് സാർവനാമിക് എന്ന വിശേഷൻ എന്നും കാണാറുണ്ട്. സർവനാമിക് വിശേഷനാണ് മേര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹുവചൻ മേ കോയി कारक के साथ ने प्रत्यय जुड़ने पर होता है. ഈ കൊയ് എന്ന് പറയുന്നത് ബഹുവചനത്തിലും കൊയ് എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നേ പ്രത്യയം ചേർന്നാൽ ഉണ്ടാകുന്നത് എന്താണ്? കിനീംനെയാണ്. കിനീംനെ ഏകവചനത്തിൽ വേറെയാണ്. അപ്പം നമുക്കത് ഓരോന്നിൻ്റെ കൂടെ പ്രത്യയം ചേരുന്നത് നമുക്ക് പഠിക്കാം. അതിന് നമുക്ക് ചാർട്ടായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഇവിടെ കോയി ബഹുവചനം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുവചൻ മേം കോയി कारक के साथ ने प्रत्यय जुड़ने पर होता है. എന്താണ്? ബഹുവചന രൂപത്തിൽ കോയി പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നേ പ്രത്യയം ചേർന്നാൽ ഉണ്ടാകുന്നത് കിനീംനെ. കിൻഹീംനെ എന്നാണ് എഴുതുമ്പോൾ എഴുതുന്നത്. ഹായോട്ട് നമ്മൾ കിനീംനെ എന്ന് പറയും, എഴുതും. ഹാ അങ്ങനെ ഉച്ചരിക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. आहट पाकर नेवला एक बिल में घुस गया. बिल का पर्यायवाची शब्द है. आहट पाकर नेवला एक बिल में घुस गया है. ബിൽ എന്നുള്ളതിൻ്റെ പര്യായവാചി ശബ്ദം ഇവിടെ എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വിവർ, വിവർത്ത്, വിവൃത, വിവർന്ന് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ബില്ലെന്ന് പറയുമ്പോൾ മാളം എന്നല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ മീനിങ്ങിൽ ഏതാണ് ഉപയോഗിക്കുന്നതിൻ്റെ പര്യായവാചിയായിട്ട് വരുന്നത്? വിവറാണ്. आहट पाकर नेवला एक बिल में घुस गया. അതിൽ ബില്ലിൻ്റെ പര്യായവാചി വിവർ. മൻ കി ബാത്ത് അർത്ഥവാല ശബ്ദ് ഹെ. ഇപ്പം ഈ ഒറ്റപ്പദം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മൻ കി ബാത്ത് അർത്ഥവാല ശബ്ദ് ഹെ മദ്ദവ്യ. മദ്ദവ്യ മായിരം മുകളിൽ കുത്തുണ്ട്. മംദവ്യ. മംദവ്യ മദ്ദവ്യ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയും. हासरी शब्द के साथ जुड़ने वाला उचित उपसर्ग होता है. हासरी शब्द के साथ जुड़ने वाला उचित उपसर्ग है. എന്താണ്? ഗൈറാണ്. ആ ഉപസർഗിന് പറയുന്ന പേര് ഗൈർ. ഹാസിരി എന്ന് പറയുന്ന ശബ്ദത്തിൽ നമ്മൾ
ഏത് ഉപസർഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈറാണ്. നെക്സ്റ്റ്, ഭാഷാ വികാസ് കാ ആരംഭ മാനാ ജാത്താ ഹെ. ഭാഷാ വികാസ് കാ ആരംഭ എന്നാണ് കണക്കാക്കുന്നത്? ടേട്ട് ഉമ്ർ മേ. ടേട്ട് ഏതാണ്? ഏത് നൂറ്റാണ്ടാണ്? ടേട്ട് ഠായിയൊക്കെ അറിയാമോ? ഠായി 2.5, ടേട്ട് 1.5. 1.5 എന്ന് പറയുമ്പോൾ എന്താണ്? 1.5 വയസ്സിലാണ് ഭാഷാ വികാസത്തിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. ഭാഷാ വികാസക്ക് ആരംഭ ടേട്ട് ഉമ്രമേം. ടേട്ട് മീൻസ് 1.5. ടേട്ട് ഠായി അങ്ങനെ 1.5, 2.5 അതെന്നൊക്കെ ഉള്ളതിനൊക്കെ ഹിന്ദിയിൽ നമുക്ക് വേറെ വാക്കുകളുണ്ടല്ലോ. ഗസ്റ്റാൾട്ട് ശബ്ദ കാ അർത്ഥ ഹെ. ഗസ്റ്റാൾട്ട് ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? സമഗ്ര എന്നാണ്. സമഗ്ര. നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ഗസ്റ്റാൾട്ട് ഒക്കെ പറയാറുണ്ട്. ഭാഷ പിന്നെ വികാസമൊക്കെ കാര്യമൊക്കെ പറയുമ്പോൾ അതിൽ ഗസ്റ്റാൾട്ടുണ്ട്. കേറ്ററ്റ് എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചതാണ് ഗസ്റ്റാൾട്ട്. ഗസ്റ്റാൾട്ട് ശബ്ദ കാ അർത്ഥ ഹെ സമഗ്ര. സമഗ്ര എന്നാണ് എൻ്റെ മീനിങ്. ഉചിത ക്രമ ചുനിയെ. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ മുമ്പ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ എക്സാമിന് വേണ്ടി ക്ലാസ്സസ് ചെയ്തപ്പോൾ അവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ക്ലാസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. വാചൻ, ഭാഷൻ, ശ്രവൺ, ലേഖൻ എന്നാണ് തന്നേക്കുന്നത്. ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഓർഡറിലാണ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? CBAD എന്നാണ് കറക്റ്റ് ഓർഡർ. രണ്ടാമത്തെ ഓപ്ഷൻ C, അതായത് ശ്രവൺ. ആദ്യം വരുന്നത് ശ്രവണാണ്, നമ്മൾ കേൾക്കും. പിന്നീട് B ആണ് ഭാഷൻ. പിന്നെ അത് കഴിഞ്ഞാണ് എന്ത് വരുന്നത്? വാചൻ വരുന്നത്. അത് കഴിഞ്ഞാണ് ലേഖൻ. ലാസ്റ്റ് മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. ഓർഡർ LSRW എന്ന് നമ്മൾ ചുരുക്കി പറയും. ആദ്യം തിരയും ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്, പിന്നെ റീഡിങ്, പിന്നെ വായിക്കാൻ പഠിക്കും. റീഡിങ്, പിന്നെ റൈറ്റിംഗ്. അതാണ് ഹിന്ദിയാണ്. ശ്രവൺ, ഭാഷൻ, വാചൻ, ലേഖൻ. ആദ്യം കേൾക്കും, പിന്നെ ഭാഷൻ, പിന്നെ അത് കഴിഞ്ഞ് വാചൻ, പിന്നെ റീഡ് ചെയ്യാൻ പഠിക്കും. ആദ്യം കേൾക്കും, പിന്നെ പറയും. ചെറിയ കുട്ടിയുടെ കാര്യം പോലത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷാ വികാസക്ക് ആരംഭ മാനാ ജാത്താ ഹെ എന്നാണ്. 1.5 വയസ്സിലാണ്. ടേട്ട് ഉമ്രുമയാണ്. ആ 1.5 വയസ്സുള്ള കുട്ടിയൊക്കെ എന്താണ്? ആദ്യം അത്രയും നാൾ കേട്ടിട്ടല്ലേ പിന്നെ പറയാൻ തുടങ്ങുന്നത്. പിന്നെ അപ്പോഴും ഭാഷൻ ചെറുതായിട്ട് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് വാചനൊക്കെ നമ്മൾ 3 വയസ്സിലൊക്കെ അക്ഷരമൊക്കെ തുടങ്ങിച്ചിട്ടൊക്കെ വാചൻ വരുള്ളൂ. ഓരോന്ന് കണ്ട് ബുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വായിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് ലേഖൻ. അതും കഴിഞ്ഞ് സ്കൂളിലോ അംഗൻവാടിയിലോ അങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേക്കല്ലേ ആ കൊച്ചുങ്ങൾ എഴുതാൻ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റാണ് എഴുതുന്നത്. ചെറിയ കുട്ടിയെ ഓർത്ത് വെച്ചാൽ ആ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കാൻ പറ്റും. ശ്രവൺ,